ഇത് ഈ ബാംഗ്ലൂര് നടക്കുന്ന എനിക്ക് മിക്ക ദിവസവും ഉണ്ടാകാറുള്ള ഒരു സംഭവമാണ് സ്ഥിരം ഊബർ ഡ്രൈവേഴ്സിന്റെ ദാറ്റ് അങ്ങനെ വേണം പറയാൻ. സീരിയസ്ലി എപ്പോഴൊക്കെ ഊബർ ബുക്ക് ചെയ്യും അല്ലെങ്കിൽ ഊബർ ആപ്പ് എന്ത് തന്നെ ആവട്ടെ, ഈ ഓട്ടോ ഡ്രൈവേഴ്സ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാക്കും. അപ്പൊ ഈ സമയം ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഇതിന് മുമ്പ് ഇന്ന് ഞാനിങ്ങനെ ഇട്ടിട്ടില്ല. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് ലോങ് പോയിട്ട് നൈറ്റ് ഫ്രണ്ട്സ്, സംഭവം എല്ലാവർക്കും മനസ്സിലായെന്ന് അറിയത്തില്ല, ഞാൻ ചുരുക്കി പറഞ്ഞില്ല. അപ്പൊ ഈ കുട്ടി പോകുന്ന സ്ഥലത്ത് കുറച്ച് പട്ടികളുടെ ശല്യങ്ങളുണ്ട്. അപ്പൊ ഓട്ടോ ഡ്രൈവർ ഈ കുട്ടിയുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടുപോയി വിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിനാണ് കുട്ടി അടിച്ചാക്ഷേപിച്ച് ഇവിടുത്തെ എല്ലാ ഊബറുകാരെ ആ തെരുവൊക്കെ വിളിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിവിടെ 2.5 വർഷമായി വണ്ടി ഓടിക്കുന്നു. ഞാനിവിടെ 9,000 പ്ലസ്, അതായത് ഈ മാസം കൂടി കഴിഞ്ഞ 10,000 ഫാമിലിക്ക് എടുത്ത് ഞാൻ ഡ്രോപ്പ് ചെയ്ത് കഴിയും. ഓക്കെ, ഓൾറെഡി ഞാൻ 9,000 കഴിഞ്ഞു സക്സസ്ഫുള്ളി. ഇതിന്റെ ഇടയിൽ ഒരു 3-4 വട്ടം കണ്ടിന്യൂസ് നമുക്കൊരു കംപ്ലൈന്റ്, നമ്മളെ കുറിച്ച് ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്യുക, മോശമായിട്ട് പെരുമാറുന്നോ, എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ID പെർമനന്റ്ലി ബ്ലോക്ക് ആവും. പിന്നെ ലൈഫ് ലോങ് അമേരിക്കയിൽ പോയാൽ നേരിട്ട് ഓഫീസിൽ ചെന്നാലും നമ്മുടെ ID അവർ ഓപ്പൺ ചെയ്ത് തരില്ല. മനസ്സിലായോ? സ്ത്രീകളോടാണ് മോശമായിട്ടോ, ഡ്രിങ്ക് ആൻഡ് ഡ്രൈവോ, നമ്മൾ എക്സ്ട്രാ ക്യാഷ് കണ്ടിന്യൂസ്ലി ചോദിക്കുകയോ, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇത് കണ്ടിന്യൂസ്ലി ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ID പെർമനന്റ്ലി ബ്ലോക്ക് ആവും. അങ്ങനെയുള്ളപ്പോൾ ഈ 9,000 ഫാമിലീസിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല, ഇവിടെ ഒരുപാട് ഡ്രൈവേഴ്സ് ഉണ്ട്, അവരുടെ ID ബ്ലോക്ക് ആയി പോകും, അവരങ്ങനെ സ്ഥിരം ചെയ്യുന്നവരാണെങ്കിൽ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കുട്ടിക്ക് ഇപ്പൊ വീടിന്റെ മുമ്പിൽ തന്നെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ, തിരിച്ചു വരുമ്പോഴാണ് ഈ പട്ടിശല്യം എന്നുണ്ടെങ്കിൽ, ആ സമയത്ത് പാതിരാത്രി ആണെങ്കിൽ ആ സമയത്ത് ക്യാബ് ബുക്ക് ചെയ്യണം. ആകെ ഈ ഓട്ടോയ്ക്കും ക്യാബും തമ്മിൽ ആകെ 30 രൂപയുടെ വ്യത്യാസം കണ്ടേ വരുന്നുള്ളൂ ഇപ്പൊ. മനസ്സിലായോ? അപ്പൊ ആ 30 രൂപ കൂട്ടി കൊടുക്കണം കുട്ടിക്ക്. ആ സേഫ്റ്റി മസ്റ്റ് ആണെങ്കിൽ അങ്ങനത്തെ സ്ഥലത്താണെങ്കിൽ ആ 30 രൂപ കൊടുത്ത് ക്യാബിൽ പോകണം, വീടിന്റെ മുമ്പത്ത് പോയിട്ട് ഇറങ്ങാം. ഓക്കെ, പിന്നെ ഒരു വട്ടം കുട്ടി പോയി, 2 വട്ടം പോയി, 10 വട്ടം പോയപ്പോഴും ഈ ഓട്ടോക്കാർ, ഇവിടുത്തെ ഓട്ടോക്കാർ അങ്ങനെ തന്നെ, കുറെയൊക്കെ അങ്ങനെ തന്നെയാണ് ആൾക്കാർ, അവർ കുറച്ച് റാഷാണ്. മനസ്സിലായോ? അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്നും പറയില്ല, എല്ലാവരും അടിച്ച് ആക്ഷേപിച്ച് പറയാനേ പാടില്ല. ചിലവരങ്ങനെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ കുട്ടിക്ക് 1, 2, 10 വട്ടം അനുഭവം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ ഓട്ടോ തന്നെ ബുക്ക് ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഓട്ടോയ്ക്ക് പോകണം, ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നു. ഇപ്പോഴും കുട്ടി അയാളോട് തർക്കിക്കണ വീഡിയോ എന്നല്ല എടുത്തിരിക്കുന്നത്. വേറെ അടുത്തിരുന്ന ആർക്കൊണ്ടോ കുട്ടി ഷോ കാട്ടുന്ന വീഡിയോ എടുത്തിട്ടാണ് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലിട്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ മനഃപൂർവ്വം അന്നാ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് എന്നെ ഓട്ടോയിൽ കയറിയിട്ട് എനിക്ക് അവിടെ തന്നെ പോയി ഇറങ്ങണം. പിന്നെ ഇവിടെ എല്ലാവരും കയറി അങ്ങോട്ടേക്ക് വെറുതെ ആരും ചൂടാവുന്നില്ല. ഇവിടെയൊക്കെ നമ്മള് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് തെറ്റെങ്കിലും അവരുടെ ഭാഗത്ത് തെറ്റെങ്കിലും ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി ഉള്ളവരാണ് ഇവിടെ 90% ആൾക്കാരും. ഓക്കെ, ഇപ്പൊ ഓട്ടോക്കാരടക്കുന്നത് നമ്മളുടെ പെരുമാറ്റം പോലെ ഇരിക്കും അപ്പുറത്തുനിന്നുള്ള പെരുമാറ്റം. എനിക്ക് ഫുള്ള ഓട്ടോക്കാരന്റെ ഭാഗത്ത് തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു രൂക്ഷമായിട്ട് പറഞ്ഞിട്ട് എനിക്ക് അവിടെ തന്നെ സ്റ്റെപ്പിന്റെ മുകളിൽ കൊണ്ട് വണ്ടി നിർത്തണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ കണ്ടിട്ടില്ലാത്ത കാര്യം. ഇനി കുട്ടിക്ക് അങ്ങനെ പട്ടിശല്യമുള്ള ഏരിയ ആണെങ്കിൽ കുട്ടി ആ 30 രൂപ കൊടുത്തിട്ട് ഒരു കൂടുതൽ കൊടുത്ത് ക്യാബിന് വേണം തിരിച്ചു പോകുമ്പോൾ ബസ്സിനോ ട്രെയിനോ മെട്രോയ്ക്കോ എന്താ ഓട്ടോ എടുത്തിട്ട് പോവാ, റാപ്പിഡോ ബൈക്ക് ഉണ്ടല്ലോ എടുത്തിട്ട് പോവാ, തിരിച്ചു വരുമ്പോ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അതല്ലാണ്ട് ഊബർ ഡ്രൈവർമാർ ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ ജോലിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. മലയാളീസാണ് ഇപ്പൊ ഇവിടെ മലയാളീസ് ഡ്രൈവേഴ്സിനെ കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ കമ്പനിക്കാർ ഞങ്ങൾക്ക് ഫസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ 3 മലയാളീസ് ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ഒരു 3 വർഷം മുമ്പ്. ഇതിപ്പോ ഇവിടെ ഞാൻ റീസെന്റ് നമ്മുടെ കമ്പനിന്റെ ആൾക്കാർ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഇപ്പൊ ഇവിടെ 3000 പേരെങ്ങാണ്ടുണ്ടെന്ന് പറയണം മലയാളീസ്. അപ്പൊ ഇതെല്ലാരും കൂടി അടിച്ചാക്ഷേപിച്ച് തെറിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക?